എണ്ണമാങ്ങയ്ക്ക് വേണ്ടിയിട്ടേ അത്യാവശ്യം പുളിയുള്ളൊരു 3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ലെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്, എന്നാലേ ഇത് കേട് കൂടാണ്ടിരിക്കുള്ളൂ. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. ഇത് മൂത്ത് വരുന്ന പരുവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറംതൊലി കുറച്ച് ക്രിസ്പി ആയിട്ടും അക സൈഡ് ഇതുപോലൊരു കളർ ചേഞ്ച് ഉണ്ടാവും. ഞാൻ മറ്റൊരു പാത്രത്തിലെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഉപ്പും കൂടെ ചേർത്ത് ചെറുതായി ഒന്ന് വറുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറുതായി ഒന്ന് വറുത്തിട്ട് നമ്മുടെ മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളെല്ലാം മാങ്ങയിൽ ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1-2 ടീസ്പൂൺ നല്ലെണ്ണ നമ്മൾ നേരത്തെ വറുത്തില്ല, അതിൽ നിന്ന് നമുക്ക് 1-2 ടീസ്പൂൺ നല്ലെണ്ണ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ എണ്ണ മാങ്ങ റെഡിയാവും. ഇത് ഒരു 4 വർഷത്തിൽ കൂടുതൽ കേടാവാണ്ടിരിക്കും. വിനാഗിരി ഒന്നും ചേർക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കണ്ട, അങ്ങനെ കേടൊന്നും ആവില്ല. കാര്യം നമ്മുടെ വീട്ടിൽ പണ്ട് അമ്മാമ്മ ഇതുപോലെ എണ്ണമാങ്ങ ഉണ്ടാക്കി ഒരു 3-4 ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ബോട്ടിൽ നമ്മുടെ കണ്ണിപ്പെടാണ്ട് പാത്രങ്ങളുടെ പുറകോട്ടായിപ്പോയി. പിന്നെ കുറേ കാലത്തിന് ശേഷം വീട് പെയിൻറ്റൊക്കെ അടിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ ഒരു 4 വർഷത്തിലേറെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് കേടായിട്ടില്ലായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുമായിരുന്നു. നമ്മുടെ എണ്ണമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തപ്പോൾ നമ്മുടെ എണ്ണമാങ്ങ റെഡിയായി. ഇതൊരു 3-4 ദിവസവും കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ നല്ല ഒരു ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ നമുക്ക് അടച്ച് ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഞാൻ ഗ്ലാസിൻ്റെ ബോട്ടിലോട്ടാക്കുവാണേ. ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കൊതിയാവുന്നുണ്ട്.